മഹാനായ അബൂ ഉമയ്യത്തുൽ ഗിഫാരി തങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുതിര മറ്റൊരാളിൻ്റെ കുതിരയുടെ വാലിൻ്റെ അരികത്തെൻ്റെ കുതിരയുടെ തലയെത്തി ഞങ്ങൾ ഒരുമിച്ചോടുകയാണ്. ഒരു യുദ്ധക്കളമാണ് രംഗം. അബൂ ഉമയ്യത്തുൽ ഗിഫാരിയുടെ ഈ അനുഭവം അദ്ദേഹം പറയുന്നു, എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു സംഭവം. ഞങ്ങളിങ്ങനെ ഒരുമിച്ച് എൻ്റെ കുതിരയും എൻ്റെ മുമ്പിലുള്ള ആളിൻ്റെ കുതിരയും ഒരുമിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ള ആള് കുതിരപ്പുറത്തിരിക്കുന്നവൻ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, ഐ നഫ്സ്, എൻ്റെ ശരീരമേ, അലം ഉഷ്ഹിദ് മഷ്ഹദ കദാ വകദാ, എൻ്റെ ശരീരമേ, നിനക്ക് അല്ലാഹുലേക്ക് യാത്രയാവാൻ എത്രയോ അവസരങ്ങൾ ഞാൻ തന്നിരുന്നുവല്ലോ. ഫഖുൽതി ലീ, നീ എന്നോട് പറഞ്ഞു, അഹ്ലുക, നിന്റെ ഭാര്യ വീട്ടിലുണ്ട്, വഅയാലുക, നിന്റെ മക്കളുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, നീ മരിച്ചാൽ പിന്നെ അവരാരാണ് നോക്കുന്നത്? ഫഅതഅതുകി വറജഅതു, അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ എൻ്റെ ശരീരം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കേണ്ട ഒരു രംഗം വന്നപ്പോഴേ അതുപോലും ഞാൻ ചെയ്യാതെ പിന്മാറിയിട്ടുണ്ട്. അലം മുഷ്ഹിദ് മഷ്ഹദ കദാ വകദാ, രണ്ടാം തവണയും സ്വന്തത്തോട് ഇയാളിങ്ങനെ വിളിച്ചു പറയുന്നു. ആ ധൃതി പിടിച്ചു പോകുന്ന ഓടുന്ന ഓട്ടത്തിൽ, ശരീരമേ, എത്ര തവണയാണ് നിനക്ക് ഷഹാദത്തിന്റെ മനോഹരമായ ചിറകേറി സ്വർഗലോകത്തേക്ക് പറക്കാനുള്ള അവസരമുണ്ടായത്? അപ്പോഴൊക്കെ നീ പറഞ്ഞു, കുടുംബം, കച്ചവടം, ബിസിനസ് എന്ന് പറഞ്ഞു. അല്ലാഹുവിന് വേണ്ടി ജീവാർപ്പണം ചെയ്യേണ്ട വളരെ അത്യന്താപേക്ഷിതമായ രംഗങ്ങൾ ഉണ്ടായപ്പോൾ നീ പിന്മാറി. എന്നാൽ വല്ലാഹി ലഅരിളന്നകൽ യൗമ അലല്ലാഹ്, ശരീരമേ, നിന്നെ ഞാൻ അല്ലാഹുവിനേക്ക് ഇന്ന് ഏൽപ്പിക്കാൻ പോകുന്നു. അഖദകി ഔ തറകകി, ഒരുപക്ഷെ അല്ലാഹു നിന്നെ പിടിച്ചേക്കും, അല്ലെങ്കിൽ അല്ലാഹു നിന്നെ വിട്ടേച്ചു കളഞ്ഞേക്കുമെന്ന് സ്വന്തം ശരീരത്തോട് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഇയാളുടെ പിന്നാലെ കൂടി. ഇതൊരു അത്ഭുതമല്ലേ? യുദ്ധക്കളത്തിൽ ഒരു പോർലേൽക്കാതെ രക്ഷപ്പെട്ട് തിരിച്ചു പോരണമെന്നല്ല അദ്ദേഹം പറയുന്നത്. ശരീരമേ, നീ ഒരുപാട് എന്നെ പേടിപ്പിച്ചല്ലേ, ഇന്ന് വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൗഅരിളന്നകി അലല്ലാഹിൽ യൗം, ഇന്ന് ഞാൻ നിന്നെ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അഖദകി ഔ തറകകി, ഒന്നുകിൽ അല്ലാഹു നിന്നെ പിടിച്ചു വെച്ചേക്കും, അങ്ങനെ നിന്റെ ആത്മാവ് എന്നത്തേക്കുമായി നിന്നോട് യാത്ര പിരിയും. ഔ തറകകി, അല്ലെങ്കിൽ നിന്നെ ഭൂമിയിൽ കുറച്ചു കാലം ജീവിക്കാൻ അല്ലാഹു വിട്ടേച്ചേക്കും. ആ മനുഷ്യന്റെ പിന്നാലെ ഞാൻ കൂടി. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ലഅർമുഖന്നഹുൽ യൗം, ഞാൻ അയാളെ ഒന്ന് കാണട്ടെ എന്ന്. അയാളുടെ പിന്നാലെ ഞാൻ ഓടിയെന്ന് അബൂ ഉമയ്യത്തുൽ ഗിഫാരി തങ്ങൾ പറയുന്നു. അവസാനം യുദ്ധം അവസാനിച്ചപ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടു, ശരീരത്തിൽ ബിദ്അത്തും വസിത്തൂന ത്വഅന,